ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ആഹാരം കഴിക്കുന്ന സമയത്ത് ടി വി കണ്ടിരുന്നു കൊണ്ട് ആഹാരം കഴിക്കരുതെന്ന് പഴയ ആളുകൾ പറയാറുണ്ട്. ടി വി കണ്ടുപിടിച്ചതിന് ശേഷം കേട്ടാ, കുശലം പറഞ്ഞുകൊണ്ടോ കഥ പറഞ്ഞുകൊണ്ടോ കഴിക്കരുതെന്നാണ് പഴയ ആളുകൾ പറയുന്നത്. ഇത് എന്തുകൊണ്ടാണെന്ന് നമുക്കിന്നൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. ആഹാരം മനസ്സ് പോലെ തന്നെ പ്രധാനമാണ്. ആഹാരം കഴിക്കുക ചന്ദ്രന്റെ കാരകത്വമാണ്. ഇവിടെ കഴിക്കുന്ന ആഹാരത്തിനനുസരിച്ചിട്ട് കല മാറണമെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ കലയും വരും. എന്നാൽ ഒരു ശരയോഗി ഏത് തരത്തിലുള്ള ആഹാരമാണ് കഴിക്കുന്നത് അതിനനുസരിച്ച് അവന്റെ കലയെ മാറ്റിക്കൊണ്ട് ഏത് കല വേണം എന്ന് ആക്കിക്കൊണ്ട് ആണ് ആഹാരം കഴിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ആഹാരം കഴിക്കുന്ന സമയത്തുള്ള സങ്കല്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ആഹാരം കഴിക്കുന്ന സമയത്ത് ബ്രാഹ്മിൺസൊക്കെ അല്ലെങ്കിൽ പൂജാരിമാരും മാന്ത്രികന്മാരൊക്കെ അതൊന്ന് വേണ്ട വിധത്തില് പരിസ്തരണമൊക്കെ ചെയ്ത് ഉപസ്തരണമൊക്കെ ചെയ്ത് നെയ്യൊക്കെ വീഴ്ത്തി അതിന് ചുറ്റും ചില വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, ജലമൊക്കെ ഇതാക്കി തളിച്ചൊക്കെ കഴിക്കുന്നത്. മാന്ത്രികന്മാരാണെങ്കിൽ തൊട്ട് ജപിച്ച് മലത്തെ, അതിലുള്ള മലാംശത്തെ മാറ്റി ജീവാംശമാക്കി, എന്തിന് നോൺ വെജ് കഴിക്കുമ്പോൾ പോലും മാന്ത്രികന്മാരാണെങ്കിൽ ചില പ്രത്യേക മുദ്രകളൊക്കെ വെച്ച് വളരെ സൂക്ഷ്മമായിട്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ അതിൻ്റെ മലാവസ്ഥയെ, സൂക്ഷ്മമലത്തെയും സ്ഥൂലമലത്തെയും മാറ്റി കഴിക്കുന്നു. അതുകൊണ്ടാണല്ലോ അഘോരികളൊക്കെ മാംസം വരെ കഴിക്കുന്നത്. ഇവിടെ കഴിക്കുന്ന സമയത്തുള്ള സങ്കല്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അമൃതാദി മുദ്രകളൊന്നും കാണിച്ചില്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. ഇവിടെ സങ്കല്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യം സീരിയലൊക്കെ കണ്ടുകൊണ്ട് കഴിക്കരുത്, അല്ലെ? ആഹാരം ഞാൻ പറഞ്ഞു, ആഹാരം ചന്ദ്രന്റെ കാരകത്വം മാത്രമല്ല, നല്ല എരിവുള്ള ആഹാരം ചൊവ്വയാണ്, പച്ചക്കറി ബുധനാണ്, വല്ല മത്തങ്ങമുള്ള സാധനങ്ങളൊക്കെ വ്യാഴമാണ്, പാൽവർഗങ്ങള് നട്ടുവർഗങ്ങളൊക്കെ ശുക്രനാണ്, അല്പം പഴകിയ ആഹാരം അല്ലെങ്കിൽ തലേവസ്ഥ ആഹാരമൊക്കെ വെച്ച് കഴിക്കണമെങ്കിൽ അത് ശനിയാണ്. അല്ലെങ്കിൽ കാരള്, എള്ളുണ്ട, എണ്ണ അധികമുള്ള ആഹാരമൊക്കെ ശനിയാണ്. മത്സ്യവും മാംസങ്ങളൊക്കെ രാഹുവാണ്. ഇത് ഓരോ ആഹാരത്തിനും ഓരോ എനർജിയാണ്. ആഹാരത്തിനെ കുറിച്ച് ഇനിയും വീഡിയോകൾ പ്രതീക്ഷിക്കാം. അപ്പോൾ ചന്ദ്രന്റെ മൊത്തത്തിൽ ചന്ദ്രനാണ്, ചന്ദ്രനിൽ ചൊവ്വ എങ്ങനെയൊക്കെ വരും എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കഴിക്കണ സമയത്ത് നിങ്ങൾ ടി വി സീരിയൽ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കണ സമയത്ത്, അല്ലെങ്കിൽ ടി വിയിൽ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ട് കഴിക്കണ സമയത്ത് ഇതിൽ ഓൾറെഡി ഇതൊക്കെ ഉണ്ട്. എന്നാൽ നിങ്ങൾ അത്യാവശ്യം നല്ല അസൈവം അല്ല ശൈവമാണെങ്കിൽ, അതായത് നോൺ വെജ് കഴിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ ആ സമയത്ത് സീരിയൽ കണ്ട് അല്ലെങ്കിൽ സിനിമ കണ്ട് ഒരു ഹൊറർ മൂവി ആണെങ്കിൽ, ഹൊറർ മൂവി എന്ന് പറഞ്ഞാൽ കേതുവിന്റെ കാരകത്വമാണ്. ചന്ദ്രൻ പ്ലസ് കേതു, മാനസിക സംഘർഷം, ഭീതി, ഭയം, കടം വന്നേക്കാം. ഇനി ഉള്ള ഒരു ത്രില്ലിങ്, ഒരു റിവേഞ്ച് ഉള്ള ഒരു പടമാണ്. കൊല്ലയും ടെററാണ് പടമെങ്കിൽ രാഹുവിന്റെ പടമാണ്. അപ്പൊ ചന്ദ്രൻ പ്ലസ് രാഹു എന്നുള്ള ഫലം മനസ്സിൽ വൈരാഗ്യം, കുശുമ്പ്, റിവേഞ്ച് ചെയ്യാനുള്ള മെന്റാലിറ്റി, ഇതൊക്കെ നിങ്ങൾക്ക് കൂടി വരും. മറ്റുള്ളവരുടെ അസൂയ, കുശുമ്പ്, വെറുപ്പ്. ഇനി അതല്ല, ഇവിടെ ഒരു റൊമാൻറ്റിക് ഫിലിം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ചന്ദ്രൻ പ്ലസ് ശുക്രൻ. ഇതെന്താ? വഴിപഴച്ചു പോകാനും. ചന്ദ്രൻ പ്ലസ് ശുക്രൻ നല്ല യോഗമൊക്കെയാണ്, നല്ലതാണെങ്കിൽ. ചിലപ്പോൾ അതെന്ത് പറ്റും, ശരഭം തന്നെ ആവണമെന്നില്ലല്ലോ. ചിലപ്പോൾ പലതരത്തിലുള്ള ആവശ്യമില്ലാത്ത പ്രണയം, മറ്റു കണകുണ സാധനങ്ങളൊക്കെ വന്നേക്കാം. ഇത് കണ്ടുകൊണ്ട് പ്രേമ സിനിമ കണ്ടുകൊണ്ട് ഇന്ന് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പ്രേമം വരാനുള്ള സാധ്യതയും വരും.
ഇത്തരത്തില് കൊല, കൊള്ള, അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ രാഹുവിന്റെ കാരവത്തം കയറി വരും. ഇനി അതല്ല, ഭയങ്കര കടബാധ്യതയുള്ള ഒരാളുടെ അത് വളരെ ദുഃഖമായിട്ടുള്ള അവസ്ഥ, വളരെ സാഡായിട്ടുള്ള ഫിലിം കണ്ടുകൊണ്ടിരിക്കുകയാണ് ശനി. എന്റെ പൊന്നോ, ഇത് കാണല്ലേ നിങ്ങൾ? തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സാഡായിട്ടുള്ള ഫിലിം നിങ്ങൾ കാണല്ലേ? ചന്ദ്രൻ പ്ലസ് ശനിയായിട്ടുള്ള പുനർപ്പുദോഷം നിങ്ങൾക്ക് വരും, നിങ്ങൾക്കും വരും. കടവും അതും ഇതും ഇതൊക്കെ വരും. നിങ്ങൾക്ക് ഒരു മെന്റാലിറ്റി വരും, ഞാൻ വളരെ പാവം, എന്നോട് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടോ, ഞാൻ എന്തൊരു പാവം. ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവം, പല തരത്തിലുള്ള ഫീലിംഗ്, അതായത് നിങ്ങൾക്ക് വളരെ പാവമായിട്ട് മാറാനുള്ള തോന്നൽ വരെ വരും. അപ്പോൾ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഗ്രഹച്ചേർക്കകൾ ഉണ്ടാക്കുന്ന തരത്തില് സിനിമകളൊന്നും കാണാതെ മുന്നില് ആഹാരം കൊണ്ടുവച്ച് ആഹാരത്തിലേക്ക് നല്ലവണ്ണം നോക്കി എനർജി കൊടുത്ത് ശുദ്ധീകരിച്ച് ഈ ആഹാരം എൻ്റെ ശരീരമായി മാറുകയും എൻ്റെ മനസ്സായി മാറുകയും എനിക്ക് എനർജി ശരീരത്തിൽ നിറഞ്ഞ് അസുഖങ്ങളൊന്നുമില്ലാത്ത, അസുഖങ്ങളില്ലാത്തതൊന്നും പ്രാർത്ഥിക്കേണ്ട, നല്ല ആരോഗ്യമുള്ള അവസ്ഥ വരികയും ഇതുവഴി എനിക്ക് പണവും ഐശ്വര്യവും നല്ല ലൈഫും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ ആഹാരം കഴിക്കുക. ആ സമയത്ത് ഇരുന്നിട്ട് ടിവിയും അത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടുമെന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നെഗറ്റീവുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നോക്കാം. ഓം അഗതീശ്വരായ നമഃ.